പുതിയൊരു സ്വപ്നത്തിന് തുടക്കമിട്ടിരുന്നു ആ കുടുംബം. പേരക്കുട്ടിയെ മൈസൂരുവിലെ നഴ്സിംഗ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാനായുള്ള സന്തോഷത്തിലാണ് അവർ എല്ലാവരും ഒന്നിച്ച് യാത്ര തിരിച്ചത്. ദിവസങ്ങളോളം ചർച്ച ചെയ്തൊരുക്കിയ വലിയ തീരുമാനമായിരുന്നു അത്. എല്ലാവരും ഒന്നിച്ചാണ് കോളേജിലേക്ക് യാത്ര തിരിച്ചത്. കോളേജിൽ പ്രവേശനം പൂർത്തിയാക്കിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയായിരുന്നു ആ അപ്രതീക്ഷിത അപകടം നടക്കുന്നത്. സ്വന്തം വീട്ടിലെത്താൻ ഇനി കിലോമീറ്ററുകൾ മാത്രം ശേഷിക്കെ വിധി മറ്റൊരു രീതിയിൽ എത്തുകയായിരുന്നു. അവർ സഞ്ചരിച്ചിരുന്ന നിയന്ത്രണം വിട്ട കാർ പെട്ടെന്ന് വഴിയരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ശക്തിയിൽ വാഹനം പൂർണ്ണമായും തകർന്നിരുന്നു. സന്തോഷത്തിന്റെ നിറവിൽ തിരികെ വന്ന യാത്ര ഒരു നിമിഷം കൊണ്ട് ദുഃഖത്തിലേക്ക് മാറി. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ 6 പേർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായി. സന്തോഷയാത്രയെ ദുരിതത്തിലേക്ക് മാറ്റിയ ഒരു നിമിഷത്തിന്റെ കഥയാണിത്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായൊരു യാത്ര ഒരിക്കലും മാറിയിരിക്കുകയാണ്. അപകടം നടന്നത് ഇന്നു പുലർച്ചെ 1 മണിയോടെയായിരുന്നു. സ്ഥലമായി കൂരാട് വരമ്പൻകല്ല് പാലത്തിനടുത്ത്. രാത്രി വൈകിയ സമയമായതിനാൽ വഴിയിൽ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. പരുക്കേറ്റ താഹിറയുടെ മകൾ അൻഷിത മൈസൂരുവിൽ നഴ്സിംഗ് പഠിക്കുന്നു. അവളെ കോളേജിൽ പ്രവേശിപ്പിച്ച് സന്തോഷത്തോടെ മടങ്ങിയെത്തുമ്പോഴായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത്. കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്തതിനാൽ വലിയൊരു ആഘോഷയാത്ര പോലെ തന്നെയായിരുന്നു അത്. വണ്ടി ഓടിച്ചിരുന്നത് മരുമകനായ ഇസ്ഹാഖായിരുന്നു. നല്ല പരിചയസമ്പന്നനായ ഡ്രൈവറായിരുന്നുവെങ്കിലും അപകട സമയത്ത് മഴ ശക്തമായി പെയ്യുകയായിരുന്നു. മഴയും ഇരുട്ടും ചേർന്ന് കാഴ്ച മങ്ങിയതോടെ വാഹനം നിയന്ത്രണം വിട്ടതായി പറയുന്നു. പാലം കഴിഞ്ഞ ഉടൻ എതിർവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ നിന്നിരുന്ന വലിയ മരത്തിലേക്കാണ് കാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടം നടന്നത് വീടിന് സമീപം എത്തിയപ്പോഴായിരുന്നു. കുടുംബമിനി 1.5 കിലോമീറ്റർ മാത്രം മുന്നോട്ടു പോയാൽ സ്വന്തം വീട്ടിലെത്തുമായിരുന്നു. എന്നാൽ ആ ചെറിയ ദൂരം പോലും പിന്നിടാൻ കഴിഞ്ഞില്ല അവർക്ക്. ശക്തമായ ഇടിയുടെ ശബ്ദം കേട്ട് അടുത്തുള്ള നാട്ടുകാർ ഉടൻ തന്നെ ഓടിക്കൂടി. രാത്രിയുടെ ഇരുട്ടും മഴയുമുണ്ടായിരുന്നുവെങ്കിലും ആരും വൈകാതെ സഹായത്തിനായി രംഗത്തെത്തി. വാഹനം പാളിച്ചയോടെ മരത്തിലിടിച്ച് തകർന്നു കിടക്കുകയായിരുന്നു. അകത്തു കുടുങ്ങിയവരെ പുറത്തെടുക്കാൻ നാട്ടുകാർ വലിയ പ്രയത്നമാണ് ചെയ്തത്. മഴയും ഇരുട്ടും രക്ഷാപ്രവർത്തനത്തെ ബുദ്ധിമുട്ടാക്കിയെങ്കിലും നാട്ടുകാർ രക്ഷാപ്രവർത്തനം തുടർന്നു. ഉടൻ തന്നെ വിവരം ലഭിച്ച വണ്ടൂർ പോലീസും ട്രോമ കെയർ പ്രവർത്തകരും സ്ഥലത്തെത്തി. എല്ലാവരും സൂക്ഷ്മതയോടെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തു. വിവിധ ആംബുലൻസുകളിലാക്കി അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി. പരിക്കേറ്റവരുടെ നില ഗുരുതരമായതിനാൽ എല്ലാവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നിരുന്നാലും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ കുടുംബത്തിന് ഏറ്റവും വലിയ ദുരന്തവാർത്തയെത്തി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുടുംബത്തിലെ മുതിർന്ന അംഗമായ മൈമൂനയെ ആംബുലൻസിൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അവർക്ക് ശ്വാസം മുട്ടുകയും വഴിമധ്യേ മരിക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് മുൻപ് പേരക്കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള സന്തോഷത്തോടും പ്രതീക്ഷയോടുമായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. പക്ഷേ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനമായിരിക്കുകയാണ്. വീട്ടിലെത്താൻ ഇനി 1.5 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെ സ്വന്തം വീട് കാണാൻ പോലും, തന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം സുരക്ഷിതമായി വീടിനുള്ളിൽ പ്രവേശിക്കാൻ പോലും മൈമൂനയ്ക്ക് കഴിഞ്ഞില്ല. ജീവിതം മുഴുവൻ കുടുംബത്തിനായി പരിശ്രമിച്ച ഒരു അമ്മയുടെ യാത്ര അങ്ങനെ ഒരു ദാരുണാന്ത്യത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. ഈ വാർത്ത കേട്ടപ്പോൾ കുടുംബാംഗങ്ങൾ തകർന്നുപോയി. മൈമൂനയുടെ മരണം നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഞെട്ടിച്ചു. എല്ലാവരും ഒരിക്കൽ പ്രതീക്ഷിക്കാത്ത നഷ്ടമാണതെന്ന് കരഞ്ഞും വിലപിച്ചും പ്രതികരിച്ചു. സന്തോഷവും പ്രതീക്ഷയും നിറഞ്ഞു തുടങ്ങിയതുപോലെ തോന്നിയ യാത്ര കണ്ണീർ നിറഞ്ഞ ദുഃഖത്തിന്റെ കഥയായി മാറി. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.